അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അത് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണും, അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ അദ്ദേഹത്തിന് കൈമാറുന്നതാണ്. ഇന്ന് ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷൻ ഡൽഹിയിൽ എത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് ചർച്ചയുണ്ട്. അപ്പോൾ അത് വലിയ ആരോഗ്യ മേഖലയിൽ വലിയ ഒരു മുന്നേറ്റം സാധ്യമാക്കുന്ന ഗവേഷണത്തിലൂടെ ഇപ്പോൾ ലങ് ക്യാൻസർ വാക്സിനൊക്കെ ക്യൂബയുടെ ഉപരോധം നിലനിൽക്കുമ്പോഴും USA അമേരിക്കൻ ഐക്യനാടുകൾ ക്യൂബയിൽ നിന്ന് ഈ ലങ് ക്യാൻസർ വാക്സിൻ അവരുടെ ക്ലിനിക്കൽ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ലഭ്യമാക്കിയ സാഹചര്യമുണ്ട്. കേന്ദ്ര സ്കീമായ ആശയിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേന്ദ്രമാണ് എന്നുള്ളത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെ പ്രസ്താവനകളിലൂടെ വ്യക്തമാണ്. ഇപ്പോൾ സംസ്ഥാനത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ. ആശാപ്രവർത്തകരുടെ പ്രശ്നം ചർച്ച ചെയ്യാനെന്ന പേരിൽ മന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയത് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്നിന്. ഇന്നലെ വൈകിട്ട് മാത്രമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത്. എന്നാൽ ഇതുവരെ അനുമതിയും ലഭിച്ചിട്ടില്ല. ആ ചർച്ചയുടെ ഫലമായി ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു, നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണം. ഇന്നിപ്പോൾ നിരാഹാര സമരമൊക്കെ തുടങ്ങുകയാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്മാറണം എന്നുള്ളത് അഭ്യർത്ഥിച്ചു. പക്ഷെ അവർ അംഗീകരിച്ചില്ല, അപ്പോൾ പരാജയപ്പെട്ടു. 28 ദിവസം കാത്തിരുന്നില്ല. ഞാൻ ബഹുമാനപ്പെട്ട JP നന്ദ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ വന്നിരുന്നു. അതിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആശമാരുടെ പ്രശ്നം ഞാൻ ഉന്നയിച്ചു. അദ്ദേഹം ഇന്ന് തിരക്കായിരുന്നത് കൊണ്ടാവാം. അപ്പോൾ അടുത്തൊരു ദിവസം അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടുവാണെങ്കിൽ അന്ന് തീർച്ചയായും ഇത് പോകുമ്പോഴേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. കാരണം ഇന്നലെ ആരോഗ്യമന്ത്രിയുമായി ഞങ്ങൾ നടത്തിയ ചർച്ചയിൽ തന്നെ ആരോഗ്യമന്ത്രിയുടെ നിലപാട് എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു. അവർക്ക് ഞങ്ങളെ അംഗീകരിക്കാനോ ഈ സമരത്തെ അംഗീകരിക്കാനോ അവർക്ക് താല്പര്യമില്ല. നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം, ഞങ്ങളുടെ ആശമാരെ വെയിലത്തും മഴയത്തും ഇരുത്തരുതെന്ന് നേതാക്കളോടുള്ള അഭ്യർത്ഥന. അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ സമരത്തെ ഒരു സമരമായി പോലും അവർ അംഗീകരിക്കാൻ, അത് ഞങ്ങൾക്ക് ഇന്നലെ മണത്തതാ ഇത് തട്ടിപ്പാണെന്ന്. ജനങ്ങളുടെയും മറ്റുള്ളവരുടെയും കണ്ണിൽ പൊടിയിടാനുള്ള മായാജാലം പ്രൊഫസർ മുതുകാടിനെക്കാളും എന്റെ ആരോഗ്യമന്ത്രിക്ക് ഇപ്പൊ അറിയാമെന്ന് ലജ്ജ തോന്നുന്നു. നമ്മളെ മീശ തിളങ്ങുന്ന കാണ്ടാമൃഗത്തിന് ഇതിനേക്കാളും തൊട്ടി കട്ടിയുണ്ട്, പക്ഷെ അതിനേക്കാളും കട്ടിയാണ് ഞങ്ങളെ ഈ പാവപ്പെട്ട ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത്. ഞങ്ങളെ കോമാളിയാക്കാൻ ശ്രമിക്കുകയാണ് ആരോഗ്യമന്ത്രി. ഇവിടുന്ന് പോയപ്പോ കൊട്ടിഘോഷിച്ച് ഞങ്ങൾ ആ മന്ത്രിയെ കാണാൻ പോവാണ്, ഇങ്ങോട്ട് കൊട്ടപ്പടിങ്ങ കൊണ്ടുവരുമെന്ന്. ഇപ്പൊ അവിടെ ചിലപ്പോ ക്യൂബക്കാരെ കാണാനായിട്ട് എന്തിനു പോയിരിക്കുന്ന വേഷം കെട്ടി? അവർക്ക് നാണമില്ല, അവർക്ക് ഈ വേഷം കെട്ടി കള്ളത്തരം പറഞ്ഞ് പോവാന്. എന്തിനാ ഇങ്ങനെ ഈ മായാജാലവും കൊണ്ട് നടക്കുന്നത്? എന്തിനാ മായാജാലവും കൊണ്ട് നടക്കുന്നത്? അവര് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ. ഒരു കുടുംബത്തിലെ വരുമാനം എന്താണെന്ന് അവർക്കുള്ളത് ഞങ്ങൾ 232 രൂപ കൊണ്ട് ഞങ്ങൾ എന്ത് നേടാനാ സാറേ? രാവിലെ ന്യൂസിൽ എടുത്തെടുത്ത് കാണിക്കണുണ്ടല്ലോ, ഇങ്ങനെ അവരവിടെ പോയത് വേറൊരു പരിപാടിക്ക് വേണ്ടി പോയതാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കൊണ്ട് അവതരിപ്പിക്കും. നമുക്ക് തന്നെ ലജ്ജ തോന്നുകയാണ്. കാരണം ഇവരെ കാര്യം വിചാരിച്ചിട്ട് നമുക്ക് നാണക്കേട് തോന്നുക. ഇവരൊരു സ്ത്രീ തന്നെ, മനുഷ്യ സ്ത്രീ തന്നെ.